ഈ ഒരു സർജറിയുടെ ഒരു പോസിബിലിറ്റിയെ സ്വന്തം ആഗ്രഹത്തെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാതെ പോയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരാൾ എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്, അങ്ങോട്ടേക്ക് മാറേണ്ടതുണ്ട്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഈ പരിവാർ അല്ലെങ്കിൽ കുടുംബങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇതില് പെട്ടെന്ന് നമ്മളൊരു പരിവാറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്ന അവരെ കുടുംബത്തിൽ ഇത്ര ആൾക്കാർ സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഡിമ്പാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സർജറി നടത്തും. ഇവരെല്ലാരും കൂടി ഇത് അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ നടത്തും. അങ്ങനെ സർജറി ചെയ്തതിന് ശേഷം തിരിച്ച് കൺവേർട്ടായി വന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ 2-3 ആൾക്കാർ എനിക്കറിയാം അങ്ങനെ തിരിച്ച് കൺവേർട്ടായി വന്നവർ. അപ്പോൾ അവര് അവിടേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്ന അവര് പോവേണ്ട ആ ഒരു പാത്ത് ഓഫ് വേ അതല്ല എന്നുള്ളത്. അവർക്കത് കൺഫ്യൂസ്ഡ് ആവും. അവര് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവുന്ന അപ്പോഴാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് ഒരാളെ ഒന്ന് പറയാണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ് വുമൺ ആവാൻ പാകപ്പെട്ടതാണോ അവരുടെ മനസ്സും ശരീരവും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആളെണ്ണം കൂട്ടാനും അങ്ങനെയൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാതെ നല്ല രീതിയിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മനുഷ്യരും ഉണ്ട്, ട്രാൻസ് സമൂഹത്തിലുണ്ട്. ഒരുപാട് പേര് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് സർജറി ചെയ്യണം, എനിക്ക് പെണ്ണാവണം, എന്തോ ഒരു ഇതുപോലെ എനിക്ക് അങ്ങ് പെണ്ണാവണം, എനിക്ക് അങ്ങ് സർജറി ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. അവർ വിചാരിക്കുന്ന നമുക്ക് കുറേ പ്രിവിലേജ് കിട്ടുമായിരിക്കും, കുറേ ഇതൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന ആളുകളും ഉണ്ട്, ഫാൻറ്റസി ആയിട്ട് വരുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഒരുപാട് വർഷം സ്ട്രഗിൾ ചെയ്ത് ഇതിലോട്ട് വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊന്നും അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ അങ്ങനെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് വന്ന കുറച്ച് ആളുകൾ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കുറെ കുട്ടികളെ അങ്ങനെ ട്രാപ്പിലാക്കിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഈ LGBTQIA+, അതായത് ഇനിയും നമ്മൾ ഒരുപാട് ഐഡൻറ്റിറ്റീസിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശാസ്ത്രം മുന്നോട്ട് പോകും തോറും നമുക്ക് അത്തരത്തിലൊക്കെ തിരിച്ചറിവുകൾ വരും. പക്ഷേ നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പോലും സമൂഹത്തിൽ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അങ്ങനെ ഒരു റെസ്പോൺസ് അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഡിസ്ക്രിമിനേഷൻസൊക്കെ മാറി വരുന്നൊരു ആഗ്രഹം നമുക്കുള്ളപ്പോഴും ഇതൊക്കെ സാധ്യമാവുന്നതിന് കുറച്ചുകൂടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ചില സിലബസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് പോകുമ്പോഴും കൃത്യമായിട്ട് അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ? ഇതിനുള്ള അവബോധം ആൾക്കാർക്ക് നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ആയാലും അല്ലെങ്കിൽ കോളേജിലൊക്കെ ആയാലും നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കുറെ ആൾക്കാർ അത് കേൾക്കാൻ തയ്യാറാവാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞാനും നാളെ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് സ്ത്രീകളുടെ ബാത്റൂമിൽ കയറട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ കയറട്ടെ, സ്ത്രീകളിരിക്കുന്ന അവിടെ പോട്ടെ, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ട്രാൻസ് വുമൺ ഒരിക്കലും ഒരിടത്ത് പോയിട്ട് ഒരു സ്ത്രീയുടെ ഇത് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് ആസ്വദിക്കാനൊന്നും പോവില്ല. നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആവുന്നതും സ്ത്രീകൾക്കിടയിലാണ്. നമ്മളൊരു കംഫർട്ടബിൾ ആണ്, നമ്മളിവിടെ സേഫ് ആണ് എന്ന് കരുതുന്നത്. നമ്മളിപ്പോൾ ഒരു ബസ്സിലാണെങ്കിലും ഒരു ട്രെയിനിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ അടുത്ത് വന്നിരിക്കാൻ തയ്യാറാവുന്ന സ്ത്രീകളാണ്. ട്രാൻസ് ആണെന്ന് അറിഞ്ഞിട്ട് വന്നിരിക്കാൻ തയ്യാറാവുന്നത്. എൻ്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് സ്ത്രീകളാണ് മെസ്സേജ് അയക്കുന്നത്, കമന്റ് ചെയ്യുന്നത്. റിയൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ. ഒരു പുരുഷനാണ് വന്നൊരു കമന്റ് ചെയ്യുന്നതെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാനാണ് ധൈര്യപ്പെടുന്നത്. നമ്മൾ ആൾക്കാരെ സഹകരിക്കാനോ കേൾക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ട്രാൻസ് വുമണിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല. അത് സാരി ഉടുത്തത് നടക്കുന്നു. ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അനിയനോ അതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാറുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയ്ക്കറിയാം ഞാൻ അത്രയും ഇത് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അത്രയും സർജറി ചെയ്തു. ഞാൻ എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഒരു പെണ്ണായിട്ട് സ്ത്രീയായിട്ട് പാകപ്പെട്ട് കഴിഞ്ഞു എന്ന്. അപ്പം ഞാൻ ഈ സ്ത്രീയായിട്ട് പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, സ്ത്രീയോ എവിടെ, സ്ത്രീ എവിടെയാ, അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറ്റുമോ? അങ്ങനെയാണ് ആളുകൾ കരുതണ. അങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രസവിച്ച് 10 കുട്ടികളെ പ്രസവിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. മാനസികമായിട്ട് നമ്മളൊരു സ്ത്രീയാണെന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന മനുഷ്യര്. എൻ്റെ പാർട്ട്ണറോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടല്ല കാണേണ്ടത്, എന്നെ നിങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ടാണ് കാണേണ്ടത്. ഐ എം എ ട്രാൻസ് പേഴ്സൺ. എന്നെ അങ്ങനെ കാണാവൂ. ഒരു ട്രാൻസ് വുമൺ നിന്ന് പ്രതീക്ഷിക്കുന്നതേ പ്രതീക്ഷിക്കാവൂ. കാരണം ഞാനൊരു പരിപൂർണത എത്തിയ ഒരു
സ്ത്രീയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ സമീപിക്കരുത്. ഞാനൊരു എൻ്റെതായ പരിമിതികൾ എനിക്കുണ്ട്. ആ ഒരു പരിമിതികളിൽ മാത്രമേ എനിക്ക് എന്ത് കാര്യവും ഇപ്പം സംസാരത്തിലായാലും എൻ്റെ പ്രവൃത്തിയിലായാലും ഒക്കെ ഞാൻ ഒരു ട്രാൻസ് വുമൺ ചെയ്യുന്ന പോലെ ആയിരിക്കുള്ളൂ. പല ആൾക്കാരും പറയും, ഓ നടക്കുന്ന കാണുമ്പോൾ ഓ പെണ്ണെന്നാണ് വിചാരിക്കുന്നത്, കണ്ടാൽ തന്നെ അറിയാം ആണാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അത് മെൻ്റലി നമ്മളെ വേദനിപ്പിക്കാനാണെങ്കിലും ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ കാണുമ്പോൾ പണ്ടൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറുണ്ട്. അപ്പം ഞാനൊന്നും കാര്യമാക്കാറേ ഇല്ല. നമ്മളെ ജീവിതം ജീവിക്കുന്നു, അവരവരുടെ ജീവിതം ജീവിക്കുന്നു. ഇടയ്ക്ക് സീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു മീറ്റ് വിടുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന് പറയും പോലെ തൊഴിലിടത്ത് ചൂഷണം നേരിട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും അവരുടെയൊക്കെ പെരുമാറ്റം ആ തരത്തിലായിരുന്നു എന്നുള്ളത് സീമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും വേദനിപ്പിക്കുന്നൊരവസ്ഥ ആ ഘട്ടത്തിൽ എത്തിയപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വേണം അങ്ങനെ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കൽ ഒരു ഗ്രൂപ്പിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് എനിക്ക് ബാത്റൂം കിട്ടുക. അപ്പം എനിക്ക് ഒരുപാട് സമയം വേണം ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാനായിട്ട്, കുറച്ച് ഒരു 45 മിനിറ്റ്സ് എങ്കിലും വേണം. അപ്പോൾ അന്ന് നമ്മളെ ലേസർ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കാത്ത സമയമാണ്. അപ്പോൾ എനിക്ക് ഹെയറൊക്കെ വാക്സ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് സമയം എടുക്കണം. അങ്ങനെയൊക്കെ പോയ സമയത്ത് ഞാൻ ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് എന്നെ ആ ഒരു ബസ്സിലിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പോലെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വഴിയെ പോകുമ്പോൾ നീ ആണാണോ പെണ്ണാണോ എന്നുള്ള ഇതിൽ പറയും പോലെ എന്നെ ആ ബസ്സിലിട്ടിട്ട് 2 പേരെന്നെ, ഇത്രയും ആൾക്കാരുണ്ടായിരുന്ന ബസ്സിലിട്ടിട്ട് നീ ആണാണോ പെണ്ണാണോ, ഇത്രയും നേരം നിനക്ക് കുളിക്കാനും ഇത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിനക്ക് എന്താ ഇത്ര സമയം എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ മോശമായിട്ട് എൻ്റെ ദേഹത്തൊക്കെ അവർ കയറി പിടിക്കുകയും എൻ്റെ ഡ്രസ്സ് അഴിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ പോലീസിൽ വിളിച്ചു. കോട്ടയത്ത് വെച്ചിട്ടാണ് നടക്കുന്ന സംഭവം. പോലീസിൽ വിളിച്ചു, പോലീസ് വന്നു. കംപ്ലീറ്റ് ഗ്രൂപ്പ് അടക്കം എനിക്കതിൽ ഒരു എന്താ പറയുക, ഇന്നും എനിക്കതിൽ ഒരു വേദനയും തോന്നിയിട്ടില്ല. അത്ര ആൾക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോളൂ. 10-30ഓളം മനുഷ്യരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്, കാരണം കണ്ടു നിന്നവരും ഉണ്ടല്ലോ. നമ്മൾ ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റ് ചെയ്യരുത് എന്ന് ഒരു 10 പേര് അവിടെ ഉണ്ടെങ്കിൽ 8 പേരും പറയാൻ തയ്യാറാവണം. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ പറയില്ലായിരിക്കും, പക്ഷെ 8 പേരും ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് കണ്ടു നിൽക്കുമ്പോൾ. നമ്മൾ അവരെ വാക്കാലും അല്ലെങ്കിൽ പറയാതെയും നമ്മൾ നോക്കി നിന്ന് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവർ ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഈ 2 പേര് ചെയ്തത് ഈ 28 പേരും കണ്ട് ആസ്വദിച്ചു. സ്ത്രീകളായിട്ടുള്ളവരും പുരുഷന്മാരായിട്ടുള്ളവരും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അവരത് ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് അവരും അർഹരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാനായിട്ട്. പ്രശ്നം ഞാൻ പോലീസ് സ്റ്റേഷൻ വഴി അത് ഹാൻഡിൽ ചെയ്തു. മാപ്പ് പറയിച്ചു, എല്ലാവരെയും കൊണ്ട് മാപ്പ് പറയിച്ചു. ആ പോലീസുകാർ വളരെയധികം സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത്.